ഹേ ഗൈസ് വെൽക്കം ടു യു ആർ വാച്ചിങ് ടി വി മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ പുതിയവരോട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ തമിഴിൽ കണ്ട പോലെ നമ്മൾ ആ V2 വർക്കിൻ്റെ ഫിനിഷ് ചെയ്യുവാണ്. നമ്മൾ ഓൾറെഡി കിറ്റ് അഴിക്കുന്നതിൻ്റെയും അതിൻ്റെ എന്നാ പറയുക ബാക്കിയുള്ള പരിപാടികളൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മൾ മാറ്റി എല്ലാം സെറ്റ് ചെയ്ത് ഏത് കിറ്റാണ് യൂസ് ചെയ്യുന്നത് എന്താ ഡീറ്റെയിൽസ് എന്നുള്ളത് നോക്കി നമ്മൾ പക്കയായിട്ട് റെഡിയാക്കുക ചെയ്യുക. അതാണ് എന്താ പരിപാടി എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ V2 എന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. സംഭവം ഓൾറെഡി നമ്മൾ അണ്ടർവെല്ലി കയറ്റി വെച്ചിട്ടുണ്ട്. അണ്ടർവെല്ലി നല്ല പക്കയായിട്ട് കയറിയിട്ടുണ്ട്. ഈ കിറ്റെല്ലാം നമ്മൾ FRP കിറ്റ് മേടിച്ചു. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്ത് തരാം. ഈ കിറ്റെല്ലാം നമ്മൾ FRP കിറ്റ് മേടിച്ച് പെയിൻറ്റ് ചെയ്തതാണ്. നല്ല ക്ലീൻ ആയിട്ട് നല്ല ക്വാളിറ്റി പെയിൻറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഞാൻ വീഡിയോ എല്ലാം കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെ നമ്മൾ ചെയ്ത ഡീറ്റെയിൽസ് എന്നുള്ളത്. വണ്ടിയിലോട്ട് വരുവാണെങ്കിൽ വണ്ടിക്ക് ചേസ് ബെൻഡ് ഉണ്ടായിരുന്നു. പുറകിൽ നിന്ന് ചേസ് ബെൻഡ് നമ്മൾ നിവർത്തി റെഡിയാക്കി. അതിന് ശേഷം വീണ്ടും കിറ്റിൻ്റെ സാധനങ്ങളെല്ലാം പിന്നെയും കയറ്റി ചേസ് ബെൻഡ് റെഡിയാക്കിയ ശേഷം അപ്പോൾ നമ്മൾ നോക്കുന്ന പോലെ അപ്പോൾ ബേസിക് ആയിട്ട് ഇവിടെ ജസ്റ്റ് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ജസ്റ്റ് കുറച്ച് പെയിൻറ്റ് തൂത്തിട്ടുണ്ട്. ഇനി വീണ്ടും ദൂരം പാകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഈ ബോഡി കിറ്റല്ല ഇവിടെ നിന്ന് കുറച്ച് പൊടിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ മൊത്തം ക്ലീൻ വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് ഓരോന്നായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ അണ്ടർവെല്ലി ഓൾറെഡി നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. അണ്ടർവെല്ലി നമ്മൾ നിർത്തിക്കൊണ്ട് തന്നെ വാഷ് ചെയ്യാന്ന് വെച്ചാൽ വീണ്ടും അഴിച്ചിട്ട് സെറ്റ് ചെയ്ത് വൃത്തിയുള്ള റെഡിയാണ്. അപ്പോൾ നിർത്തിക്കൊണ്ട് തന്നെ വാഷ് ചെയ്യാന്ന് വെച്ചു. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് പമ്പ് റെഡിയാക്കണം. ലിവർ ഗാർഡ്സ് ഉണ്ട്, അത് കയറ്റണം. നമ്മുടെ മാസ്ക് കയറ്റണം. നിഞ്ച മിറർ വരുന്നുണ്ട്. പിന്നെ ഇത് CNC ടൈപ്പ് ബാക്കിലത്തെ ഫുഡ് പ്രസ് സെറ്റപ്പ് ഫുള്ള് വരുന്നുണ്ട്. അപ്പോൾ അത് മൊത്തം കയറ്റണം. നമ്മുടെ മോട്ടോഷൻ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടീസാണ്. അപ്പം ഞാൻ ഒരു സൈഡിൽ നമുക്ക് വേണ്ടി തുടങ്ങാം. ഞാൻ ടൈം ലാപ്പ് ആടി അതിന് നിങ്ങൾ ഫസ്റ്റ് പാർട്ടിൻ്റെ വീഡിയോ കണ്ടിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാണാം. മുന്നേ സ്റ്റോറി ഇട്ടായിരുന്നു ഒരു V2 പറഞ്ഞ ഫുൾ വർക്കിന് വന്ന കാര്യം. സംഭവം ഇതാണ് വണ്ടി. സംഭവം കുറച്ച് ദിവസമായിട്ട് വണ്ടി നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ പോയേക്കുന്നത്. അപ്പം ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ R15 വേർഷൻ 2 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. R15M കിറ്റ് കയറ്റാൻ പോവാണ്. അത് മെയിൻ കാര്യം. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ചേസ് ബെൻഡ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ആക്സിഡൻ്റ് ആയിട്ട് ഇതിൻ്റെ ചേസ് ബെൻഡായിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഈ കാണുന്ന കിറ്റ് നമ്മുടെ വണ്ടിയിലോട്ട് ഈ കിറ്റ് പഴയ കിറ്റെല്ലാം പോയി കളഞ്ഞിട്ട് ഈ കിറ്റ് നമ്മുടെ വണ്ടിയിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യും. ഫുൾ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് അതിലെ ഹോള് കാര്യങ്ങളൊക്കെ മാറ്റി പക്കയാക്കിയ ശേഷം നേരെ ഇതിൻ്റെ ഫുൾ കിറ്റ് അഴിച്ചുകൊണ്ട് ചേസ് ബെൻഡ് നിവർത്താൻ കൊടുക്കും. അതിനിടയ്ക്ക് നമ്മൾ നമ്മൾ മൊത്തം ടിയർ ഡൗൺ ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടല്ലോ. ഈ ചേസിൻ്റെ ബെൻഡ് ഇപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് കിറ്റെല്ലാം വെച്ചൊന്ന് ഓക്കെ ആണെന്ന് നോക്കിയിട്ട് നാളെ വണ്ടി നേരെ ചേസ് ബെൻഡ് നോക്കാനായിട്ട് മറ്റേ വണ്ടി കയറ്റിക്കൊണ്ട് പോകണം. അതാണ് പ്ലാന്. നമുക്കിനി കിറ്റ് നേരെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടാങ്കിൻ്റെ കിറ്റുകളും കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ R1M മോഡൽ ഫുൾ കിറ്റാണ് നമ്മൾ ഈ വണ്ടി ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ഒരു വട്ടം ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കാണിച്ചേക്കാം. സംഭവം അതാണ് നമ്മൾ ഈ ഫുൾ വണ്ടി ചെയ്യാൻ പോകുന്നത്. വണ്ടിയുടെ ഫുൾ ലുക്ക് എന്നുള്ളത് നമ്മൾ സെക്കൻഡ് പാർട്ടിലായിരിക്കും കൊണ്ടുവരുന്നത്. ടൈൽ കയറ്റിയിട്ടുണ്ട്. നമ്മൾ ടൈൽ കയറ്റിക്കൊണ്ട് വരുവാണെങ്കിൽ നമ്മുടെ ഇവിടെ 2 ഹോളും പിന്നെ ഈ 2 ഹോളും പോരാഞ്ഞിട്ട് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാകും നമ്മുടെ കിറ്റ് കയറുന്നിടത്ത് അടിയിലത്തെ 2 വരുന്നുണ്ട്. അങ്ങനെ 4 ലോക്കുമാണ് നമ്മുടെ കിറ്റ് പിടുത്തത്തിന് വരുന്നത്. നമ്മളിപ്പോൾ ആക്ച്വലി വന്നിട്ട് കണ്ടല്ലോ കിറ്റ് നേരെ വെച്ചുകൊണ്ട് ഹോൾ നമ്മൾ ഇട്ടിരുന്നതാണ്. എന്നാൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിന് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് നൈസായിട്ട്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയും ഈ 2 നട്ടുകൾ ഇട്ട് കഴിഞ്ഞാൽ സ്ട്രോങ് ആവും. പിന്നെ താഴത്തോടുള്ള വൈബ്രേഷൻ അത്രയും കുറഞ്ഞ് കിട്ടും. അതാണ് വേണ്ടി ബാക്കിൽ നിന്നുള്ള ലുക്ക് കണ്ടല്ലോ
നല്ല സെറ്റായിട്ട് ലുക്കായിരുന്നു. ഇനിയും ബാക്കിൽ ടൈറ്റ് അടി ആയിരുന്നു. സോ അപ്പോൾ അതിന് വേറെ ഒന്നുമില്ല. അപ്പം ഇതോടെ വെച്ച് മുറുക്കിയിട്ട് നമുക്ക് അടുത്ത വർക്കിലോട്ട് പോകാം. അപ്പം നമ്മൾ ടാങ്ക് കൂടെ കയറ്റി വെച്ചിട്ടുണ്ട്. ആസ് യൂഷ്വൽ എല്ലാ 550 കയറ്റുമ്പോൾ ഉള്ള പ്രശ്നം പോലെ കണ്ടല്ലോ. നമുക്ക് നൈസായിട്ട് നമുക്ക് ഇതൊന്ന് നോക്കണം. ആദ്യം ബാക്കിയെല്ലാം സെറ്റ് ചെയ്തിട്ട് വരാമെന്നുള്ള പ്ലാനായി. ബാക്കിലത്തെ സീറ്റ് കയറിയിട്ടുണ്ട്, സാധനം ഓക്കെയാണ്. അപ്പോൾ സീറ്റിൻ്റെ ഈ കവർ മേടിച്ചിട്ട് മാറ്റിയിട്ട് FRP മറ്റേ നമ്മുടെ കാർബൺ ഫൈബർ ടൈപ്പ് കവർ മേടിക്കാമെന്ന് പ്ലാനായി. സീറ്റ് കവർ വെക്കേണ്ടതാണ്, പക്ഷേ ഇതിൻ്റെ കൂടെ കിട്ടിയ സീറ്റ് കവർ സീറ്റിങ് ശരിയല്ല. നമ്മൾ പ്ലാൻ മാറ്റുവാണ്. ആൻഡ് ഇവിടുത്തെ ഒരു പീസ് നമ്മളിതിൻ്റെ സ്റ്റോക്ക് പീസ് തന്നെയാണ് ആക്ട് ആയിട്ട് കേട്ടോ. അത് എന്താ സംഭവം എന്നുള്ളതൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇനി അടുത്ത പരിപാടി ഫ്രണ്ട് മൾഗാർഡ് വെക്കുന്നതാണ്. നമ്മുടെ FRP ടൈപ്പാണ് ഫ്രണ്ട് മൾഗാർഡ് വന്നിരിക്കുന്നത് ആ സെറ്റൊക്കെ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് എന്താ ചെയ്തേക്കുന്നുള്ളത് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നമ്മളങ്ങനെ മൾഗാർഡിൻ്റെ ഫിറ്റിങ്സിന് ശേഷം ബാക്കി കിറ്റിൻ്റെ ഫിറ്റിങ്സിലോട്ട് പോയി. മൾഗാർഡ് തൽക്കാലം വെക്കുന്നില്ല, ഒരു ക്ലാമ്പോട്ട് ചെയ്താൽ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പ്ലാൻ പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ സൈഡ് ഹീറ്റ് ആണ്. സൈഡ് ഹീറ്റ് സാധാരണ ആസ്യൂഷ്വൽ നമ്മൾ സ്റ്റോക്ക് ഹീറ്റ് പിടിക്കുന്ന സെയിം സാധനങ്ങൾ തന്നെ നമുക്ക് ആ സ്പോട്ടിൽ തന്നെ ഇതിൻ്റെ നട്ട് ബോൾട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. പിന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നട്ട് ബോൾട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ക്ലിപ്പ് ടൈപ്പ് നട്ട് ബോൾട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇച്ചിരി സേഫ് ആയിട്ട് നിൽക്കത്തുള്ളൂ. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വാഷേഴ്സ് മാക്സിമം യൂസ് ചെയ്താണ് ടൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനത് ലാസ്റ്റ് ആയിട്ട് വന്നിട്ട് ഔട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചാൽ അവിടെ എന്തൊക്കെയാണ് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് അകത്ത് വരുന്ന ആ ഒരു നെറ്റ് വരുന്ന മെഷ് കിറ്റും ഔട്ടർ കിറ്റും സെയിം ആണ്, വണ്ടിയുടെ തന്നെയാണ് വരുന്നത്. അത് ടാങ്കും ആ ഒരു താഴത്തെ പ്രബലി ഒഴിച്ച് ബാക്കി വണ്ടിയുടെ തന്നെ കയറുന്നത്. പിന്നെ മാസ്ക് ഏരിയയാണ് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള FRP വീണ്ടും വരുന്നത്. അപ്പോൾ അതും കൂടെ ഉള്ളൂ, അല്ലാണ്ട് വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിപ്പോൾ നേരെ ഫിറ്റ് ചെയ്യാന്നുള്ളത്. ബാക്കി സ്റ്റോക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഫാസ്റ്റായിട്ട് തന്നെ ജസ്റ്റ് ഓടിച്ചിട്ട് കാണിക്കുന്നത്. അതിന് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. സെറ്റ് ചെയ്ത് അത് സ്റ്റോക്ക് സെറ്റ് ചെയ്താൽ സെറ്റ് ചെയ്താൽ മതി. അപ്പം ഇതുകൊണ്ട് ഈ പാർട്ടിവിടെ കഴിയുവാണ്. അടുത്ത പാർട്ടിലായിരിക്കും നമ്മൾ ഫ്രണ്ട് ഹെഡിൽ DRL വർക്ക് ചെയ്യുന്നതും ബാക്കി വർക്കും എല്ലാം വരുന്നത്. സോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മൾ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ഇട്ട് കാരണം എന്താണെന്ന് പറയുക. വെൽസ് മെഷർ ഫ്രം TVM ഓട്ടോമോട്ടീവ്സ്.